ഗ്രാഫിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക്, അതായത് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സിസ്റ്റം ഓവർ ഹീറ്റ് ആയിട്ട് സ്റ്റക്ക് ആവുക എന്നുള്ളത്. അതിനൊരു സൊല്യൂഷനായിട്ട് ഓൺലൈനിൽ ലാപ്ടോപ്പ് സ്റ്റാൻഡ് സെർച്ച് ചെയ്തപ്പോൾ കൺവീനിയൻസും അഫോർഡബിലിറ്റിയും ഒരു പ്രോബ്ലം ആയതുകൊണ്ടും നമ്മൾ ഈ കാര്യത്തിൽ PhD എടുത്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ സിമ്പിൾ ആയിട്ടും ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് വിത്ത് കൂളിംഗ് സിസ്റ്റമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു 150 രൂപയെ താഴെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അജിത്ത്, എല്ലാവർക്കും DoItEasy മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ 4 കമ്പോണൻസിന്റെ ആവശ്യമേ ഉള്ളൂ. ഒന്നാണ് നമ്മുടെ ഫോം ഷീറ്റ്. ഫോം ഷീറ്റ് കഴിഞ്ഞ് ബസ്വേർ ഗെയിം ചെയ്ത പ്രോജക്റ്റിന്റെ മിച്ചം വരുന്നതാണ്. പിന്നീട് വേണ്ടത് നമുക്ക് 2-3 ഇഞ്ചിന്റെ 12 വോൾട്ട് പ്രവർത്തിക്കുന്ന ഫാനാണ്. പിന്നീട് പവർ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് 1 ആംപിയറിന്റെ പവർ അഡാപ്റ്ററാണ് ഞാൻ ഇവിടെ പവർ സപ്ലൈക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റിന് ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിങ്ങിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഓരോ പീസിൻ്റെ സൈസും അളവും കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഓരോ പീസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഫോം ഷീറ്റ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ ടാസ്ക് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അളവും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ 4 പീസാണ് കിട്ടുന്നത്. 2 ലെഫ്റ്റും റൈറ്റിലും, 2 ഫ്രണ്ടും ബാക്കിലും വയ്ക്കാൻ വേണ്ടി. നമ്മുടെ 4 പീസിൻ്റെ അളവുകളും ഈ പറയുന്നതാണ്. ഓക്കെ, ഈ ഒരു പീസിൻ്റെ എന്ന് വെച്ചാൽ ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 0.75 സെൻറ്റിമീറ്റർ, ഇത് 32 സെൻറ്റിമീറ്റർ, ഇതും 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 0.7 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 26.6 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ ഫാനിനുള്ള ഗ്യാപ്പ് ഇട്ടേക്കുന്നതാണ് ഇത്. അത് 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്ററും 26.6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെക്ടാങ്കിൾ പീസാണ്. പിന്നീട് വേണ്ടത് ഇതുപോലുള്ള 2 പീസാണ്. 12 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 0.7 സെൻറ്റിമീറ്റർ, ഇത് 24 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എൻ്റെ ലാപ്ടോപ്പിന് 24 സെൻറ്റിമീറ്റർ മതി. ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 26.62 സെൻറ്റിമീറ്റർ, അതുപോലത്തെ 2 വേണ്ടി വരും. പിന്നീട് ഈ പറയുന്ന അളവുകളൊന്നും യൂണിവേഴ്സൽ അല്ല. എൻ്റെ ലാപ്പിന് ഈ അളവ് മതി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തു. നിങ്ങളുടെ ലാപ്പിന് കുറച്ചും കൂടി നീളം വേണ്ടി വരും, അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. പിന്നീട് അളവുകളെ പറ്റി ഐഡിയ കിട്ടാത്തവർ ഈ ഭാഗം ഒന്നും കൂടി ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കണ്ടാൽ മതി. പിന്നീട് ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാനാണ് അടുത്ത ദൗത്യം. അതായത് ഫാൻ വരുന്ന ഭാഗം, ലോക്ക് ചെയ്യേണ്ട ഭാഗം, അങ്ങനെയുള്ള ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത പീസെല്ലാം അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. വലിയ പരിപാടിയൊന്നുമില്ല, 3 പീസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യുക. ഈ ഒരു പാർട്ടിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്നുള്ള കുറച്ചൊക്കെ ഐഡിയ കിട്ടുന്നത്. നമ്മുടെ അസംബ്ലിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് ഈ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. ഞാൻ ഡിസൈൻ ചെയ്തതായതുകൊണ്ട് പറയുകയല്ല, ഭയങ്കര ലുക്കല്ലേ കാണാൻ. പിന്നെ എൻ്റെ ലാപ്ടോപ്പിനനുസരിച്ച് ആ ടോപ്പ് ഭാഗം ശകലം കയറി വിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റാൻഡിൻ്റെ കൂളിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം വരുന്നത്. അതിനായിട്ട് വയറിടാൻ വേണ്ടി അതിൻ്റെ പുറകത്തെ ഫാൻ ഫിറ്റ് ചെയ്യുന്ന പീസിൽ ഒരു ചെറിയൊരു ഹോൾ ഇടണം. നമ്മുടെ 3 ഇഞ്ചിൻ്റെ 12 വോൾട്ട് DC ഫാൻ ഫ്ലഷ് കിക്ക് വെച്ചാണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത്. ഒട്ടിച്ചതിന് ശേഷം പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് ഒരു വയർ സ്ലീവ് ഇട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അഡാപ്റ്റർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ 3 ഇഞ്ച് DC ഫാൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മുടെ പീസുകളെല്ലാം എടുത്ത് അസംബിൾ ചെയ്യുക. വേണമെങ്കിൽ ഇങ്ങനെ ഊരിയെടുത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എൻ്റെ പീസുകളെല്ലാം ഒരു ഫ്ലഷ് കിക്ക് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. പോർട്ടബിലിറ്റിയും ട്രാവലിങ്ങും എല്ലാം കൺസിഡർ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ഒട്ടിരും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റാൻഡിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റാൻഡ് വിത്ത് കൂളിംഗ് സിസ്റ്റം? അടിപൊളിയല്ലായിരുന്നോ? ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നീട് ഞാൻ ഈ ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയ്ക്ക് മേളിലായി. വളരെ കൺവീനിയൻ്റ് ആണ് ഉപയോഗിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന പൊസിഷനേക്കാളും കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുന്നുണ്ട്, നമ്മുടെ ഐ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി. പിന്നീട് ഒരു 2-3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സോഫ്റ്റ്വെയർ നോട്ട് റെസ്പോണ്ടിങ് എന്ന വാർണിംഗ് സിഗ്നലോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. പിന്നീട് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഫാനിന്റെ നോയ്സ് ആണ്. ഫാനിന്റെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടി ഒരു റെഗുലേറ്റർ മൊഡ്യൂൾ ആഡ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ പറയണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നാളെയും കാണാം.